CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. തുടർഭരണം സംഘടനാ ദൗർബല്യമുണ്ടാക്കിയെന്നും പാർട്ടി നേതൃത്വം തിരുത്താൻ തയ്യാറാകണമെന്നും സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു. നേതാക്കൾ വർഗീയ ശക്തികളോട് അടുക്കുന്നത് തിരിച്ചറിയാനാകുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിനെതിരെയും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. നേതാക്കളും പ്രവർത്തകരും സ്വയം തിരുത്തി മുന്നോട്ടു പോകണമെന്നും റിപ്പോർട്ട് പറയുന്നു. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും. റിനു, തുടർഭരണം കിട്ടിയൊരു സർക്കാരാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ അത്രയും പോരാ പ്രവർത്തനം എന്നുള്ളതാണോ പ്രധാനമായി പ്രതിനിധികളുടെ ഊന്നൽ? ആര്യ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സംസ്ഥാന സർക്കാരിന് രൂക്ഷമായിട്ടുള്ള വിമർശനം പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഒപ്പം തന്നെ ഭക്ഷ്യവകുപ്പ്, ഒപ്പം റവന്യൂ വകുപ്പ് അടക്കമുള്ള വകുപ്പുകൾക്കെതിരെയാണ് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ സമ്മേളനത്തിൽ ഉയർന്നത്. വി ജോയി ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലാണ് വിമർശനം ഉള്ളത്. ഒപ്പം തുടർഭരണം സംഘടനാ ദൗർബല്യം ഉണ്ടാക്കി എന്നുള്ളതാണ്. കാരണം രണ്ടാമതും സംസ്ഥാന സർക്കാർ ഭരണത്തിൽ എത്തിയപ്പോൾ ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാരിന്റെ അത്രയങ്ങ് പ്രശോഭിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. അത് ചില സഖാക്കൾക്കും, അതായത് തുടർഭരണം ഉണ്ടായപ്പോൾ വ്യക്തിപരമായി ചില സഖാക്കൾക്കും അത് വലിയ രീതിയിൽ ഒരു അഹങ്കാരം ഉണ്ടാക്കി എന്ന് തന്നെ വേണമെങ്കിൽ എടുത്തു പറയാം. പാർട്ടി നേതൃത്വം തിരുത്താൻ തയ്യാറാകണം. ഈ സർക്കാരിന്മേൽ പാർട്ടിയാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചില കാര്യങ്ങളിൽ ഇടപെടലുകൾ പാർട്ടി നേതൃത്വം നടത്താൻ തയ്യാറാകണം എന്നുള്ളൊരു കാര്യവും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഒപ്പം നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിലെ ഏരിയ സെക്രട്ടറി അടക്കം ഉള്ളവർ BJPയിലേക്ക് പോകുന്ന, കുടുംബത്തോടെ BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ നേതാക്കൾ വർഗീയ ശക്തികളോട് അടുക്കുന്നത് തിരിച്ചറിയാനാകുന്നില്ല. ഒരുപക്ഷെ തിരിച്ചറിഞ്ഞെങ്കിൽ തന്നെ അത് ഇടപെട്ട് തിരുത്താൻ വേണ്ടി പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു സ്വയം വിമർശനപരമായി തന്നെ സംഘടനാ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ തിരുവനന്തപുരം കോർപ്പറേഷനെതിരെയും ഭരണസമിതിക്കെതിരെയും പ്രത്യേകിച്ച് മേയർക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ സംഘടനാ റിപ്പോർട്ടിൽ മേയറുടെ പ്രവർത്തനങ്ങളെ എടുത്തു പറയുന്നില്ലെങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം അത് മന്ദഗതിയിലാണ്, ശരിയായ ദിശയിലല്ല അത് പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ്. ഒപ്പം നേതാക്കളും പ്രവർത്തകരും സ്വയം തിരുത്തി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ജനകീയമായ ഇടപെടലുകൾ നടത്തണമെങ്കിൽ മാത്രമേ പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. കാരണം വർഗീയ ശക്തികളടക്കം അത്തരം രീതി അവലംബിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നിലവിൽ CPM ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിനെതിരെയും ചില നേതാക്കൾക്കെതിരെയും രൂക്ഷ വിമർശനമാണ് CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത്.